ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു ഭഗവാനെ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് നമ്മുടെ ആ സത്സംഗത്തിലൂടെ ഒരു അധ്യായം വരെ വായിച്ച് സമർപ്പിച്ച്, ഒരു സ്കന്ധം, അധ്യായമല്ല ഒരു സ്കന്ധം വായിച്ച് സമർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള ഓരോരോ തടസ്സങ്ങളെയൊക്കെ നീക്കിക്കൊണ്ട് ഭഗവാൻ നമ്മളെ കൂടുതൽ ആ ഭഗവാനോട് അടുപ്പിക്കാൻ വേണ്ടി ഓരോരോ അനുഗ്രഹങ്ങൾ ചൊരിയണതാണ്. അപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളിതാ ഇതോടൊപ്പം വായിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവണുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ അത് എല്ലാവരുടെയും ഓരോരുത്തരും അയക്കണ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരുടെയും ആ ഒരു സ്നേഹം തന്നെയാണ് എനിക്ക് കിട്ടണ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളുടെയൊക്കെ ആ മനസ്സ് തന്നെയാണ് ഇവിടെ ഇത് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ആ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അക്കിത്ത ഭാഗവതത്തിലെ അതിൻ്റെ പേര് പറയണത്, ഒന്നാമത്തെ അധ്യായത്തിന് മഹാപുരുഷ സംസ്ഥ എന്നാണ് പേര് പറയണത്. അപ്പോൾ ആ ഒരു ഭാഗം ദ്വിതീയ സ്കന്ധം ആരംഭിക്കാം. വീണ്ടും ഓരോരുത്തരുടെയും പാദത്തിൽ നമസ്കരിക്കുന്നു, ഭഗവാന്റെ പാദത്തിലും നമസ്കരിക്കുന്നു. കൂടുതൽ ഭക്തിയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് പാരായണം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദ്വിതീയസ്കന്ധം പ്രഥമോധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീശുക ഉവാച. വാരിയൻ ഏഷതേ പ്രശ്നാകൃതോ ലോകഹിതം നൃപ. ആത്മവിത് സമ്മത പുംസം ശ്രോതവ്യാദിഷു യപ്പരാം. ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രജ. അപശ്യതം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ച വയ. ദിവാചാർത്ഥേ ഹയാ രാജൻ കുടുംബഭരണേന വാ. ദേഹാപത്യകളത്രാദിഷു ആത്മസൈന്യേഷു സത്സ്വഭി. തേഷാം പ്രമത്തോ നിധനം പശ്യൻ അഭിനപശ്യതി. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഹരിരീശ്വര. ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യ ചേച്ഛതാഭയം. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമാപരനിഷ്ഠയ. ജന്മലാഭപരം പുംസ അന്തേ നാരായണ സ്മൃതി. പ്രായേണ മുനയോ രാജൻ നിവർത്ത വിധിഷേധത. നൈർഗുണ്യസ്താരമന്ദേ സ്മ ഗുണാനുകഥനേ ഹരേ. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. അധീതവൻ ദ്വാപരാദോ പിതുർദൈവായനാദ് അഹം.
പരിനിഷ്ഠതോപി നൈർഗുണ്യ ഉത്തമശ്ലോകലീലയാ ഗൃഹീതോ ചേതരാജർഷേ ആഖ്യാനം യത് അധീതവാൻ തദ് അഹം തേ അഭിധാസ്യാമി മഹാപൗരുഷികോ ഭവാൻ യസ്യ ശ്രദ്ധതാം ആശു സ്യാത് മുകുന്ദേ മദീസതിം ഏതത് നിർവിദ്യമാനാനാം ഇച്ഛതാം അകുതോ ഭയം യോഗിനാം നൃപനിർണീതം ഹരേർനാമാനുകീർത്തനം കിം പ്രമത്തസ്യ ബഹുബ്രീ പരോക്ഷൈർഹാനയർ ഇഹ വരം മുഹൂർത്തം വിദിതം ഘടതേ ശ്രേയസയഥാ. ശ്രീഹരയേ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വിതീയസ്കന്ധം പ്രഥമ അധ്യായം മഹാപുരുഷ സംസ്ഥ. ശ്രീശുകൻ പറഞ്ഞു, രാജാവേ, താങ്കൾ ചോദിച്ച കാര്യം ലോകഹിതപ്രദം, ആത്മജ്ഞസമ്മതം, ലോകർ കേൾക്കേണ്ടവയിലുത്തമം. ആത്മതത്വങ്ങളറിയാത്തവരാം ഗൃഹമേധികൾ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ താൻ ഉണ്ട് ആയിരപ്പടി ഭൂപതേ. ആയുസ്സറുക്കുന്നു രാത്രി നിദ്രയാൽ, വിഷയേച്ഛയാൽ, പകലോധനമോഹത്താൽ, കുടുംബഭരണാർത്ഥിയാൽ, ദേഹം മകൻ ഭാര്യയെന്നീങ്ങനെ മിഥ്യാനുഭൂതിയാൽ, പ്രമത്തൻ അവതന്നാശം കാൺമിതെങ്കിലും അതിനാൽ അഭയാർത്ഥിക്കൂ. സർവാത്മാവീശ്വരൻ ഹരി ഭഗവാനാണു സ്മർത്തവ്യൻ, ശ്രോതവ്യൻ, കീർത്തിതവ്യനും. സംഖ്യയോദ്ഗാദിയിൽ കൂടെ സ്വധർമ്മ പരിനിഷ്ഠയാൽ ഒടുവിൽ കിട്ടുന്ന ജന്മലാഭം നാരായണ സ്മൃതി. രാജൻ വിധി നിഷേധങ്ങൾക്ക് അപ്പുറം നിർഗുണർഷികൾ രമിച്ചിടുന്നു ഹരിതൻ ഗുണങ്ങൾ വിവരിക്കലിൽ. ഇതു ഭാഗവതാഖ്യ പുരാണം ബ്രഹ്മസംഹിതം. അച്ഛൻ ദൈവായനം ചൊല്ലിച്ചാൻ എന്നെ ദ്വാപരാദിയിൽ നൈർഗുണ്യത്തിൽ ഉറച്ചിട്ടു ഉത്തമ ശ്ലോകലീലയാൽ ഹൃദാശയൻ ഞാൻ രാജർഷേ പഠിച്ചേ നീ നിബന്ധനം. മഹാപൗരുഷികൾ താങ്കൾക്ക് ഉപദേശിച്ചിടുന്നു ഞാൻ. അതിപ്പോൾ സശ്രദ്ധനുടൻ നേടും ഭക്തി മുകുന്ദനിൽ. കാമികൾക്കും യോഗികൾക്കും ഒരുപോലെ അകുതോ ഭയം. നിർണീതമിതു രാജാവേ ഹരിനാമാനുകീർത്തനം. വ്യർത്ഥമേ മൂല്യമറിയാത്തവൻ തൻ ദീർഘജീവിതം അറിഞ്ഞാൽ ക്ഷണവും ശ്രേഷ്ഠം, ശ്രേയോ ഘടിതമാകയാൽ. അപ്പോൾ ആ ദ്വിതീയ സ്കന്ധത്തിൻ്റെ പ്രഥമസ്കന്ധത്തിൽ അവസാനം ചോദ്യം ചോദിച്ചത് എന്താണ് കീർത്തിക്കേണ്ടത്, ആരെയാണ് സ്മരിക്കേണ്ടത് എന്നെല്ലാമാണ് ചോദിച്ചത്. ആരെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അതിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയാണ്. മനുഷ്യർ കേൾക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടതുമായ തത്വത്തെക്കുറിച്ചിട്ടാണല്ലോ അങ്ങ് ചോദിച്ചത്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ചോദ്യം തന്നെയാണ്. കാരണം അത് ലോകത്തിന് മുഴുവൻ ഹിതവും ആത്മാവിനെ അറിഞ്ഞവർക്ക് വേണ്ടിയിട്ട് അത് ഉതകുന്നതുമാകുന്നു. അത് ഈ ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത്. ഉത്തമമായ ചോദ്യമാണ് ചോദിച്ചത്. ജനങ്ങളെന്താ ചെയ്യുക? സ്വതവേ ആ വാസനാനുസൃതമായിട്ട് വരുന്ന കാര്യങ്ങളെന്താ, ഓരോ ഏതൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തത് എന്നൊന്നും അവർക്ക് അറിയില്ല. അതിനെ വിസ്തരിച്ച് പറയണമെന്ന് ചോദിച്ചത് എന്തായാലും വളരെയധികം നന്നായി. പ്രാകൃതരായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് രാത്രി മുഴുവനും ഉറങ്ങിയിട്ടും പകൽ മുഴുവനും ധനം സമ്പാദിക്കുന്നതിനും മറ്റുള്ളതിനും, രാത്രിയൊക്കെ ഉറങ്ങും, പകലോ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആയുസ്സിനെ വ്യർത്ഥമാക്കി കളിയാണ്. അപ്പോൾ
അങ്ങനെ കളയുന്നവർക്ക് യാതൊന്നും ആയുസ് മുഴുവൻ നിദ്ര, സ്ത്രീ സേവ, ധനത്തിനുള്ള ധനം സമ്പാദിക്കാനുള്ള ആസക്തി, ഇതിലൊക്കെ ആയുസ് മുഴുവനും നശിപ്പിച്ച് കളയാണ് ചെയ്യണത്. നശ്വരങ്ങളായ കുടുംബാദികൾക്ക് വേണ്ടിയിട്ട് ആയുസത്തെ വ്യർത്ഥമാക്കി കളയാൻ കാരണം എന്താണ്? ഞാൻ ഈ ശരീരമാണ് ഞാൻ, ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെയാണ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ധനം എന്നിങ്ങനെ അതൊക്കെ എൻ്റെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും, പക്ഷേ ഈ ശരീരവും അതിനോട് ബന്ധപ്പെട്ടതും ഒന്നും ഒരിക്കലും നിലനിൽക്കണില്ല. അതൊക്കെ നശ്വരങ്ങളാണ്. എപ്പോൾ വേണമെങ്കിലും അതൊന്നും ഇല്ലാണ്ടാവാം. അപ്പം അതിൽ അമിത ആസക്തി വെച്ചാൽ എന്തേ ഉണ്ടാവുള്ളൂ? ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ദേഹവും അതിനോട് സംബന്ധിച്ചതും എല്ലാം ഏത് നിമിഷം വേണമെങ്കിലും നശിക്കാം എന്നുള്ളത് ആണ്. പക്ഷേ നമുക്ക് വിവേചന ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, വിവേകം ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും വേണ്ടതിനെ വേണ്ടതുപോലെ ചിന്തിക്കണില്ല. കാരണം എന്താ? ആസക്തി കൊണ്ട്, ലൗകിക ആസക്തി കൊണ്ട് നമുക്ക് അതിനെ ചിന്തിക്കാനായിട്ട് ആ ആസക്തിയിൽ മുഴുകി കഴിയാണ്, സുഖത്തിനെ അന്വേഷിച്ചുകൊണ്ട്. ഓരോ ദിവസവും അടുത്ത നിമിഷം സുഖാവും, അടുത്ത നിമിഷം സുഖാവും എന്ന് ചിന്തിച്ച് എത്ര വലിയ ദുഃഖത്തിനെയും തരണം ചെയ്തിട്ടാണ് ആ സുഖത്തിന് വേണ്ടി പോണു. പക്ഷേ ആ ശാശ്വതമായ സുഖം ഇവിടെയൊന്നുമല്ല ഇരിക്കണത്, അതൊരിക്കലും നശിക്കാത്തതാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണില്ല. അതുകൊണ്ട് ആ ജനന മരണ രൂപമായിട്ടുള്ള ഈ ഒരു ലൗകിക സുഖങ്ങളെയൊക്കെ വിട്ടിട്ട് അതിനൊക്കെ മാറണം. അപ്പം ആ മൃഗത്തിൻ്റെ തുല്യമായിട്ടുള്ള ആ ജീവിതത്തിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ആ സകല ഐശ്വര്യപൂർണനും സകലത്തിനും നാഥനും ഒക്കെ ആയിട്ടിരിക്കണം ആ ഭഗവാനെ ശ്രീഹരിയുടെ പാദത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ആ ശ്രീഹരിയുടെ കഥകളെ കേൾക്കുക, ശ്രീഹരിയെ പറ്റി പറയുകയും കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. അതുമാത്രമാണ് ഈ സംസാരത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ടുള്ള ഏക ഔഷധം എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴാണോ ആ ഈശ്വരനെ സ്മരിക്കുന്നത്, ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ്റെ മഹിമയെ പറ്റി പറയാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ട് പലയധികം യോഗങ്ങൾ, സാഖ്യം, യോഗം, സ്വധർമാനുഷ്ഠാനം എന്ന് തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഈശ്വരനെ സദാ സ്മരിച്ചു കൊണ്ടിരുന്നാൽ എന്തുണ്ടാക്കുന്നു? ആ അവസാന നിമിഷത്തിൽ ആ ഈശ്വര സ്മരണയോടുകൂടി ഈശ്വരൻ്റെ പാദങ്ങളിൽ ചെന്ന് ചേരാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവസാനം നമുക്കിത് ആ ഈശ്വരനാമം ജപിക്കണം, ഈശ്വരനെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം മതിയിലോ എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല. ആദ്യമേ തന്നെ ശരിക്കും ഇതിൽ പറയില്ലേ, കൗമാര ആചരേത്, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊന്നും കുട്ടികളുടെ കുഴപ്പമൊന്നുമല്ല, ഇപ്പോഴുള്ള കുട്ടികളുടെ കുഴപ്പമൊന്നുമല്ല, വലിയവർ ആ കുട്ടികളെ അതിൽ നിന്നൊക്കെ വിമുഖരാക്കിയിട്ടാണ് ഇപ്പോൾ വളർത്തുന്നത്. ഇന്ന് യാദൃശ്ചികമായിട്ടൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ നമ്മുടെ സംപൂജ്യ സ്വാമി ഉദി ചൈതന്യജിയുടെ ഒരു പ്രഭാഷണത്തിന് ഇടയിൽ ഒരു കുട്ടി വന്നിട്ട് നാരായണീയം വായിക്കുന്നതായിട്ടാണ്. അത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 6 വയസ്സ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് വന്നിട്ട് നാരായണീയം. അപ്പോൾ അജാമിളോപാഖ്യാനാണ് ആ ഒരു അധ്യായമാണ് ആ കുട്ടി. അപ്പോൾ അത് പറയുന്നേക്കാളും മുമ്പ് അതിനെക്കുറിച്ച് ചെറിയൊരു സംഗ്രഹമൊക്കെ പറഞ്ഞ് അത് നോക്കിയിട്ടല്ല പാരായണം ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ. അത് ശരിക്കും ആലാപനാണ്. പാരായണം പുസ്തകം നോക്കി വായിക്കുന്നതല്ലേ. ഈ കുട്ടി പാരായണം അല്ല ചെയ്തത്, ആലാപനാണ് ചെയ്തത്. അതിനത് മുഴുവനും ഹൃദ്യസ്ഥമായിട്ട് അത് പഠിച്ച് അത് പറഞ്ഞത് വെറുതെ പറയല്ല, അതിൻ്റെ അർത്ഥമൊക്കെ ഉൾക്കൊണ്ടിട്ട്. അതിനുശേഷം ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അമ്മമാരോട്, പ്രത്യേകിച്ച് അമ്മമാരോടും അച്ഛമ്മമാരോടും അങ്ങനെയുള്ളവരൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് മൊബൈൽ മാറ്റി നിർത്തിയിട്ട് അവരെ പല വിധത്തിലുള്ള കളികളിൽ ഒക്കെ ഏർപ്പെടിക്കാനായിട്ടും, നൃത്തം, അതുപോലെ എന്തെങ്കിലുമുള്ള വാദ്യോപകരണങ്ങളൊക്കെ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുടെ മനസ്സിനെ തിരിച്ചിട്ട് അവരെ ഇതിൽ നിന്നൊക്കെ വിമുഖരാക്കിയിട്ട് എന്നും സന്ധ്യ നേരത്ത്
നാരായണ നാമം ജപിപ്പിക്കണം എന്ന് ആ കുഞ്ഞ് അങ്ങനെയാണ്, അതാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്ന ഒരു കൊച്ചു വീഡിയോ നോക്കൂ. ഒരു കൊച്ചു കുഞ്ഞാണ് നമ്മുടെ മുമ്പിൽ നിന്ന് പറയണത്. പക്ഷേ ഇതൊക്കെ കണ്ടാലും എത്ര അമ്മമാർക്ക് തോന്നും അവരവരുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലെ എൻ്റെ മക്കൾ ഇതുപോലെ അവിടെ ഇപ്പോൾ റാങ്ക് നേടി അത് ചെയ്തിട്ടൊക്കെ ധാരാളം പേരുണ്ടാകുമ്പോൾ പലരും അവരവരുടെ കുട്ടികളെ അതിനു വേണ്ടിയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. കാരണം കുട്ടികൾക്ക് അവരുടേതായ ഒരു കഴിവുണ്ട്, അതിന് ഉപരിയായിട്ട് അവർ അതിൽ വല്ലാണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിനൊക്കെ വേണ്ടി പരിശ്രമിച്ചിട്ട് പല കുട്ടികളും അത് ബുദ്ധിമുട്ടായിട്ട് തീരണ കുട്ടികളുണ്ട്. കാരണം അതറിയാം, അവർ ചിലപ്പോൾ പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല ആയിരിക്കില്ല അവർ പഠിച്ചത്. എന്നിട്ട് അവരുടെയൊക്കെ ജീവിതം പലരുടെയും വഴിമുട്ടിയിട്ട് ഇന്നും വലിയ നിലയിലിരിക്കുകയാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ നിരാശ കൊണ്ട് വിഷമിക്കുന്നതിന് എനിക്ക് അടുത്തറിയുന്നവരുണ്ട്. കാരണം നമ്മളുടെ ഇഷ്ടങ്ങളെ അവരിൽ അടിച്ച് ഏൽപ്പിക്കുക ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ നല്ല കുട്ടികളായിട്ട് വളരാൻ, നല്ല സംസ്കാരം പഠിക്കാൻ, അച്ഛനമ്മമാരെയും ബന്ധുജനങ്ങളെയൊക്കെ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കാൻ, അതിനു വേണ്ടിയിട്ട് ഈ ഭാഗവതം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നത് അത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും പ്രയത്നിക്കുന്നുണ്ടോ? ആരുമില്ല. അഥവാ നമ്മളൊക്കെ ഭാഗവതം കേൾക്കാൻ പോവുകയായാലും കുട്ടികളെ ട്യൂഷന് പറഞ്ഞേച്ച് അവരെ അവരൊന്നും കൊണ്ടുവരികയില്ല. അവരെ കൊണ്ടുവരാനുള്ള അധികാരം മുത്തശ്ശിമാർക്കില്ല എന്നും പറഞ്ഞേക്കാനുള്ള ആഗ്രഹം അമ്മമാർക്കും ഇല്ല എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യും, നീ അവിടെ വന്നാൽ നീ അവിടെ ലഹള കൊട്ടും, അത് കാരണം നീ ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വരണവരെ വരെ എനിക്കറിയാം. അല്ലെങ്കിൽ അമ്പലത്തിൽ വന്നിട്ട് അവരുടെ ശല്യം ഇല്ലാണ്ടിരിക്കാൻ അപ്പോഴും മൊബൈലെടുത്ത് കയ്യിൽ കൊണ്ടിട്ട് ഞാൻ സപ്താഹവേദികളിൽ കണ്ടിട്ടുണ്ട്. അപ്പുറത്തെങ്ങാനും പോയിരുന്ന് ഗെയിം കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവർ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് എന്തിനാ അങ്ങനെ കേൾക്കണേ? കേട്ടിട്ട് എന്ത് കാര്യമുണ്ട്? ഈ വക കാര്യങ്ങളെ പറഞ്ഞിട്ട് അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയില്ലെങ്കിൽ കേട്ടിട്ട് എന്ത് കാര്യമുണ്ട്? ഈ കുഞ്ഞ് വന്ന് ആ നാരായണീയം വായിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഭാഗവതത്തിലെ തന്നെ ഋഷഭദേവൻ്റെ ആ ഒരു ശ്ലോകത്തെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ആ കുട്ടികളെ ഈശ്വരനോട് അടുപ്പിക്കാത്ത അച്ഛനല്ല, അമ്മ അമ്മയല്ല, ഗുരുനാഥനല്ല എന്ന് പറഞ്ഞ ഭാഗമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നത്. ഒരു നല്ല പൗരനായിട്ട് വളർത്താനാണ് കുഞ്ഞുങ്ങളെ ഈ ഭാഗവതമൊക്കെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മൾ പറയണ പോലെ ഭക്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് തന്നെ അറിയണില്ലേ? ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഭാവമാണ് ഭക്തി. ആ സ്നേഹമാണ് ഭക്തി. സ്നേഹത്തിൻ്റെ ആ സ്നേഹം ഭഗവാനോടായാൽ അത് ഭക്തി എന്ന് പറയേണ്ടത്. എങ്ങനെയാണ് ഭഗവാനോട് ആവണേ? ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തരാത്മാവായിട്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ അത് ഭക്തിയായിട്ട് മാറി. അതൊക്കെയാണ് ഭാഗവതത്തിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ എത്ര ആൾക്കാരെ കുട്ടികളെ അതിന് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇതൊക്കെ തൻ്റെ അച്ഛനമ്മമാരും ബന്ധുക്കളും മറ്റുള്ളവരും നാട്ടിലുള്ളവരും ഓരോരുത്തരും നാളെ ആവാം എന്ന് പറഞ്ഞ് കാത്തിരിക്കണു. ഇന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു എന്ന് കേൾക്കണു. അങ്ങനെ ഓരോന്നും നമ്മുടെ ചെവിയിൽ കേട്ടാലും നമുക്ക് ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നണില്ല. വിവേകത്തിൻ്റെ ആ ശക്തിയാണ് ശക്തി. അതുകൊണ്ട് നമുക്ക് അതിന് സാധിക്കണില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചത് ഉത്തമം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ഭാഗവതം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എത്രയ്ക്കധികം സ്വാധീനം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ പറയണം. അതുകൊണ്ട് ജനന മരണ രൂപം ആ ഭയത്തിൽ നിന്ന് വിട്ടിട്ട് ആ ഒരു പുരുഷൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. ഈശ്വരനെ, ആ ശ്രീഹരിയെക്കുറിച്ചാണ് പറയേണ്ടതും കേൾക്കേണ്ടതും എന്നൊക്കെ പറയുന്നു. സ്മരണ മാത്രയിൽ മുക്തിയെ നൽകുന്ന ഭഗവാന്റെ ആ മഹിമയെ പറയാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പോൾ സാഖ്യം, യോഗം, സ്വധർമ്മനിഷ്ഠ ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭഗവാന്റെ ആ സ്മരണയോടുകൂടി ഇരിക്കുക. അതുതന്നെയാണ് ഒരു ജന്മലാഭം ഉണ്ടാവുന്നത്. ഇതിനേക്കാളും വലിയ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ കഴിയുന്ന അവൻ തന്നെയാണ് ഉത്തമൻ
അതിലും വലുതായിട്ട് ഒന്നും ഇല്ല എന്ന് പറയാം. ആ ഹരിനാമകീർത്തനം തന്നെയാണ് ആ ഉത്തമമായിട്ടുള്ള ശ്രേയസ്സിന് സാധനമായിട്ട് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക, കീർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്ന് ഇതിലൂടെ പറഞ്ഞു തരണം. അപ്പോൾ സർവ്വദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ കണ്ടിട്ട് ആ ഭാവത്തിൽ ആ രൂപത്തിൻ്റെ ഗുണഗണ കഥകളെ ഈശ്വരൻ തന്നെയാണ് പല വിധത്തിലുള്ള രൂപങ്ങളെടുത്ത് നമ്മുടെ മുമ്പിൽ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. രൂപമില്ലാത്ത ആ ഭഗവാൻ രൂപം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിലൊരാളായിട്ട് നടക്കുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ രൂപത്തിൽ കണ്ട് സ്മരിച്ച് പാടി കീർത്തിച്ച് അതിനെ ഈ ഭഗവാനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറഞ്ഞതും അതുപോലെ ഭാഗവതം എന്ന് പേരുള്ളതും വേദങ്ങൾക്ക് സമവുമായിരിക്കുന്ന ഈ പുരാണം എനിക്ക് എൻ്റെ അച്ഛനായ വ്യാസമുനിയിൽ നിന്ന് ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടതാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങേക്ക് അപ്പോൾ പറയാണ്, ഹേ രാജാവേ, ആ ഗുണാതീതമായിട്ടുള്ള ആനന്ദത്തിൽ ഞാൻ എപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിലും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ ലീലാവതാരങ്ങൾ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതം എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടം. കാരണം ഞാൻ ഗുണാതീതനായിട്ട് ആ ബ്രഹ്മത്തിൽ ലയിച്ച് ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് ഈ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് കേൾക്കാനായിട്ട് ഇടയായത്. അത് കേട്ട മാത്രയിൽ എൻ്റെ ഉള്ളിൽ ആ പരമമായ പ്രേമത്തിൻ്റെ ആനന്ദം നിറഞ്ഞു. അപ്പോൾ ആ പ്രേമാനന്ദം ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നേക്കാളും ആ പരമമായ പ്രേമാനന്ദത്തിലൂടെ ഇരിക്കുക, പ്രേമാനന്ദത്തിലെ ഭക്തനായിട്ട് ഇരിക്കുക, അല്ലെ ഭഗവാനായിട്ട് ഇരിക്കുന്നേക്കാളും ഭക്തനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഭാഗവതത്തിനെ പറയാനായിട്ട് എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാനിതാ പറയണു. ആ ഭാഗവതത്തെ ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. ആ ഭഗവാനിൽ അത് കേൾക്കുന്ന ആരാണോ ഭക്തിയോടുകൂടി ശ്രദ്ധയോടു കൂടിയിട്ട് അതിലെ താല്പര്യത്തോടു കൂടി കേൾക്കണത് അവനാണ് ഭഗവാനിൽ ഭക്തിയുള്ളവനായിട്ട് തീരണു. അതുപോലെ ഇതിൽ ആരൊക്കെയാണോ ശ്രദ്ധിക്കുന്നവർ അവർക്ക് മുക്തി ലഭിക്കും എന്ന് പറയണു. ഇഹലോക വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ആരെങ്കിലും ഈ ലോകത്തിൽ ലൗകികമായ സുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിത് ആ ഭാഗവതത്തിൻ്റെ മുമ്പിലിരുന്നു. നമ്മുടെ ആഗ്രഹം എന്താ? ലൗകികമായ സുഖങ്ങൾ, അല്ലേ? അതിനും അവൻ്റെ കുട്ടികളുണ്ടാവണം, മക്കളുടെ കല്യാണം കഴിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജോലി കിട്ടണം, ശത്രുനാശം ഉണ്ടാവണം, അങ്ങനെ ആഗ്രഹിച്ചിട്ടും വന്നിരിക്കുന്നവരുണ്ട്. അപ്പം അതും അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് ദോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനും ഇതൊന്നും വേണ്ട. ആ ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ട് പാടിക്കൊണ്ട് ഭഗവാനിൽ അലിഞ്ഞുകൊണ്ട് ആ ഭഗവത് ലീലകളെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാനിൽ തന്നെ മുഴുകിയിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും എല്ലാവർക്കും ഒരുപോലെ എന്താണോ വേണ്ടത്, എല്ലാവർക്കും വേണ്ടതെല്ലാം ഒരുപോലെ പ്രദാനം ചെയ്യണതാണ് ഈ ഭാഗവതം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്ത് വേണം? ആ ശ്രീഹരിയുടെ നാമസങ്കീർത്തനമാണ് വേണ്ടത് എന്ന് പറയണു. ആ നാമം ജപിക്കുന്നതിനേക്കാളും ശ്രേയസ്സായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്കിപ്പോൾ ആയുസ് 7 ദിവസമേ ഉള്ളൂ എന്നുള്ള കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 7 ദിവസം കൊണ്ട് ആ ഭഗവാനോട് പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ട് ആ ഭഗവാനിൽ അലിഞ്ഞു ചേരാനായിട്ടുള്ള ഭാഗ്യം അങ്ങേക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആ അല്പസമയം പോലും ഭഗവാനെ പറ്റി കേൾക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുല്ലോ, അപ്പോൾ അങ്ങ് അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയത്തെ നമുക്ക് ആ ഈശ്വര കഥകളെ കേൾക്കാനായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ശ്ലോകങ്ങൾ തൊട്ടിട്ട് അതിൻ്റെ ഓരോരുത്തരുടെ ആരാണോ കുറച്ച് സമയം ചുരുങ്ങിയ സമയം കൊണ്ട് ആരൊക്കെയാണോ ആ ഭഗവാനെ
സ്ഥാപിച്ചത് എന്നുള്ള കഥകൾ പറയണു. ഖഡ്വാംഗോ നാമ രാജർഷി ജ്ഞാതേയത്തം ഇഹായുഷ മുഹൂർത്ത സർവമുത്സൃജ്യ ഗതവൻ അഭയം ഹരിം തവാപ്യേതർഹി ഗൗരവ്യ സപ്താഹം ജീവിതാവധി ഉപകൽപ്പയ തത്സർവം താവദ്യം സാംബരായികം അന്തകാലേത് പുരുഷ ആഗതേ ഗതസാദ്വസ ചിന്ത്യാത് അസംഗശസ്ത്രേണ സ്പൃഹാം ദേഹേനുയേ ച തം ഗൃഹാത് പ്രവിജ്യതോ ധീര പുണ്യതീർത്ഥ ജലപ്ലുത ശൗചൗ വിവിക്ത ആസീനോ വിധിവത് കൽപ്പിതാസനെ അഭ്യസേത് മനസാ ശുദ്ധം ത്രിവൃദ് ബ്രഹ്മാക്ഷരം പരം മനോയശ്ചേത് ജിതാശ്വാസോ ബ്രഹ്മജീവം അവിസ്മരൻ നിയശ്ചേത് വിഷയേഭ്യോക്ഷൻ മനസാ ബുദ്ധിസാരഥി മനഃകർമ്മഭിരാക്ഷിബ്ധം ശുഭാർത്ഥേ ധാരയദ്ധിയാ തത്രൈകാവയവം ധ്യായേത് അവ്യുച്ഛിന്നേന ചേതസാ മനോ നിർവിഷയം യുക്താ തതഃ കിഞ്ചന ന സ്മരേത് രജസമോഭ്യമാക്ഷിഭ്യം വിമൂഢം മന ആത്മനാ യച്ഛേത് ധാരണയാ ധീരോ ഹന്തിയാ തത്കൃതം മലം യഥാ സംധാര്യമാണായാം യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പദ്യതേ യോഗ ആശ്രയം ഭദ്രമീക്ഷത രാജോ വാചാ യഥാ സംധാര്യതേ ബ്രഹ്മൻ ധാരണായത്ര സമ്മതാ യാദൃശീവാ ഹരേതാശു പുരുഷസ്യ മനോബലാശ് ശ്രീശുക ഉവാച ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലോ ഭാഗവതോ രൂപേ മന സംധാരയേദ്ധിയാ വിശേഷസ്തസ്യ ദേഹോയം സവിഷ്ടാശ്ച സവീയസം യത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവച്ച തത് അണ്ഡാകാശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജ പുരുഷോ യാസോ ഭഗവൻ ധാരണാശ്രയ പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി പാഷാണി പ്രപദേരസാതലം മഹീതലം വിശ്വസൃജോധ ഗുൽഭൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ ദ്വേജാനുനീസുതലം വിശ്വമൂർത്തിർ ഊരുദ്വയം വിതലം ജാതലം ച മഹീതലം തജ്ജഗനം മഹീപദേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി ഉരസ്ഥലം ജ്യോതിരനീഗമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തദോരടാടിം വിദുര ആദിപുംസാ സത്യം ദുശിർഷാണി സഹസ്രശേഷ്ണ ഇന്ദ്രാദയോ ബാഹവ ആഹുരസ്രാ കർണൗ ദിശ ശ്രോതമനുഷ്യശബ്ദ നാസസ്ത്യദസ്രൗ പരമസ്യ നാസേ ഘ്രാണൗ സുഗന്ധോ മുഖം അഗ്നിരീദ്ധാം ദൗതിർ അക്ഷിണി ചക്ഷുർ അഭൂത് പതംഗ പക്ഷ്മാണി വിഷ്ണോർ അഹിനി ഉഭേ ച തദ്ഭ്രൂ വിജിംഭ്യ പരമേഷ്ണി ജിഷ്ണും ആപോസ്യതാലൂരസ ഏവ ജിഹ്വാ ഛന്ദാംസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദൃഷ്ടായ മേ സ്നേഹകലാദിജാനി ഹാസോ ജനോന്മാദകരീവചമായ ദുരന്തസർഗോ യത് അപംഗമോക്ഷ. ശ്രീഹരയേ നമഃ. നാരായണ നാരായണ. വ്യർത്ഥമേ മൂല്യമറിയാത്തവൻ തൻ ദീർഘജീവിതം അറിഞ്ഞാൽ ക്ഷണവും ശ്രേഷ്ഠം ശ്രേയോ ഘടിതമാകയാൽ ഗഡ്വാങ്കനെന്ന രാജർഷി ആയുർനഷ്ടപ്രബുദ്ധിയിൽ
എല്ലാം കൈവിട്ടു ഹരിയിൽ അഭയം തേടി മാത്രയാൽ കൗരവ്യ താങ്കൾക്കുണ്ടല്ലോ സപ്താഹം ജീവിതാവധി. അക്കാലം ഉപയോഗിച്ചു വരിക്കൂ സാമ്പരായികം. മരണത്തോടടുക്കുമ്പോൾ പുരുഷൻ ഗതസാധ്വസൻ വസംഗത്താൽ ഉറക്കേണ്ടും ദേഹാദികളിലേക്ക് അസംഗത്താൽ അറുക്കേണ്ടു ദേഹാദികളിലെ കൊതി. ഗൃഹം വിട്ടു വരും ധീരൻ പുണ്യതീർത്ഥത്തിൽ മുങ്ങണം. വിധിക്കൊത്ത വിരിപ്പിട്ടു ശുദ്ധൈകാന്തത്തിൽ മേവണം. മനഃശുദ്ധിയിൽ നിർത്തേണം ത്രിവത് ബ്രഹ്മാക്ഷരം പരം. പ്രണവത്തെ സ്മരിക്കണം, പ്രാണായാമം നടത്തണം. ബുദ്ധിയെ തേരാളിയാക്കി ഇന്ദ്രിയങ്ങൾ ഒതുക്കണം. ശുഭത്തിൽ ദത്തമാക്കേണം കർമാക്ഷിപ്ത മനസ്സിനെ. വിച്ഛിന്നം മനം വൈകാവയവമോർക്കണം. വൈഷ്ണവൈകായ അവയവമോർക്കണം. പിന്നെ ചിതറി വീഴില്ല വിഷയങ്ങളിലൊന്നിലും. അതേ സാക്ഷാദി വിഷ്ണുപദം പ്രസാദിക്കും മനസ്സുടൻ. തമോമൂഢം വീക്ഷിപ്തവുമാം തന്മനസ്സിനെ ഒതുക്കും ധാരണാധീരൻ. ഹനിക്കും തൽകൃതം ഫലം അതാവർത്തിച്ചു ചെയ്യുമ്പോൾ. ധാരണാബലബുദ്ധിയാൽ മംഗളാശയ സംയോഗം സാധിച്ചിടുന്നു യോഗികൾ. രാജാവു പറഞ്ഞു എമ്മട്ടിൽ ധാരണ ചെയ്യുകയാണെന്നാണ് ഭവന്മതം. എത്തരം ധാരണാജാവാൽ ഹരിക്കുന്നു മനോബലം. ശ്രീശുകൻ പറഞ്ഞു ജിതാസനൻ ജിതശ്വാസൻ ജിതസംഗൻ ജിതേന്ദ്രിയൻ. ഭവൽ സ്ഥൂലരൂപത്തെ ധരിപ്പൂ ഹൃദി ബുദ്ധിയാൽ. വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. സ്ഥൂലാതിസൂക്ഷ്മാമീ വിശ്വം തന്നെയാണ് ഈശ്വരനുടൽ. അതിൽ കാണാം ഭൂതഭാവി വർത്തമാനങ്ങളപ്പടി. അന്ധകോശ ശരീരത്തിൽ ഏഴാവരണമുള്ളവൻ മറഞ്ഞിരിപ്പൂ പുരുഷൻ ഭഗവൻ ധാരണാശ്രയൻ. പാതാളമല്ലോ ഹരിപാദമൂലമായി എണ്ണുന്നു. പാർഷ്ണിപ്രപദം രസാതലം മഹാതലം ധന്യരിയാണി ജംഘയാം ദലാതലം. ജ്ഞാനികൾ ചൊൽവതീവിധം കാൽമുട്ടു രണ്ടും സുതലം. വിരാട് പുമാനൂരുദ്വയം തൻ വിതലാതലങ്ങളും. മഹീതലം തജ്ജഗനം മഹീപതേ നഭസ്ഥലം നാഭിസരാത്യഘാതം. വിരാട് പുമാൻ തൻ വിരിമാറു സ്വർഗം ലോകം മഹസാണു തദീയ കണ്ഠം. ജനസുതാൻ തദ്വദനം മനോജ്ഞം സഹസ്രശീർഷാവലി സത്യലോകം. ബാഹുക്കളിന്ദ്രാദികളാണു കർണം. ദിക്കാണു ശ്രോതേന്ദ്രിയമാണു ശബ്ദം. നാസ്യത്യരേ നാസികഗന്ധമല്ലോ. ഘ്രാണേന്ദ്രിയം തന്മുഖമഗ്നിയല്ലോ. വിണ്ണാണു കണ്ണർക്കനവൻ്റെ ചക്ഷുസ്സാകുന്നു. പക്ഷ്മങ്ങൾ ദിവാനിശങ്ങൾ. തദ്ഭ്രൂവിലാസം പരമേഷ്ട്യതിഷ്ണം. താലൂക്കുകൾ വെള്ളം രസമാണു ജിഹ്വ. ഛന്ദസ്സാപരൻ്റെ ശിരസ്സു ദംഷ്ടയമൻ. മൃദുസ്നേഹമവൻ്റെ ദന്തം. ഹാസം ജന്മാതകമായ മായ. നിതാന്തമാം സൃഷ്ടികടാക്ഷപാദം. അപ്പോൾ അതിന് ശേഷം എന്താ പറയണു, ഈ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം പറയുകയാണ്. ഖഡ്വാങ്കൻ എന്ന് പേരായ രാജർഷി ദേവന്മാരോടൊക്കെ കൂടി ചെന്നിട്ട് അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു. എന്നിട്ട് ദേവന്മാരപ്പോൾ അതിൽ സന്തോഷിച്ചിട്ട് വരം ചോദിക്കാൻ ഒരുങ്ങിയപ്പോൾ, എനിക്ക് ഈ ജീവിതകാലം ഇനി എത്രയുണ്ട് എന്ന് പറഞ്ഞു തരുമോ, ഇനി എത്ര കാലം ഞാൻ ജീവനോടുകൂടി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി ഒരു മുഹൂർത്തം മാത്രമേ അങ്ങേക്ക് സമയമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് ഭൂമിയിലേക്ക് എത്തിക്കുക, ആ ഒരു മുഹൂർത്തത്തിന് മുമ്പ് എന്നെ ഭൂമിയിലേക്ക് എത്തിക്കണം
എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ഈശ്വരന്മാർ അവരെ ഭൂമിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ കാരണം എന്താ വെച്ചാൽ സ്വർഗത്തിലിരുന്നാൽ ഒരിക്കലും മോക്ഷം ലഭിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ ആ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ഈശ്വരനെ ആ ഒരു നിമിഷം കൊണ്ട് ഭഗവാനിൽ പരിപൂർണമായിട്ട് തൻ്റെ ആ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ആ ഭഗവാനിലേക്ക് അടക്കിയിട്ട് ആ ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്കിപ്പോൾ 7 ദിവസം ഉണ്ടല്ലോ, അങ്ങ് വിഷമിക്കൊന്നും വേണ്ട. അങ്ങേക്ക് ഈ സമയം മുഴുവനും അങ്ങക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ വൈരാഗ്യം എന്നിട്ടെന്താ ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? വൈരാഗ്യമാണ്. അവസാന കാലം അടുത്തിരിക്കണു എന്നുള്ള പുരുഷൻ എന്താ ചെയ്യേണ്ടത്? ആ മരണത്തിൽ പേടിക്കാണ്ട് ഈ ഇഹലോകത്തിലുള്ള ഇച്ഛയെയും ആ ശരീരത്തിലും മറ്റുള്ള അതിനോട് സംബന്ധിച്ചുള്ള എല്ലാ സ്നേഹപാശത്തെയും ഉണ്ടാക്കി കളഞ്ഞിട്ട് ആ വിരക്തി പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? ഈശ്വരോപാസന ചെയ്യണം അല്ലേ? ഭഗവാൻ ഇന്നത്തെ കാലത്ത് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് അല്ലേ? രോഗങ്ങൾ പല വിധത്തിൽ വന്ന് അറിയണില്ല. നമ്മൾ രോഗങ്ങൾ നമ്മളെ കാർന്നു തിന്നണത് നമ്മളെ അറിയണില്ല. ആ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അറിയണു ഇത് അധികം കാലമൊന്നും ഇല്ല കേട്ടോ, ഇനി ഇത്ര കാലമേ ഉള്ളൂ, അതിനെ എത്ര ചികിത്സിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലെങ്കിലും നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. പല രോഗങ്ങളിൽ വന്ന് ഇങ്ങനെ പെടുമ്പോഴും അപ്പോഴും നമുക്ക് എന്താ ആഗ്രഹം? ഈശ്വര, ഞാൻ മരിച്ചു പോകുമല്ലോ, എൻ്റെ ഭർത്താവിനെ വിട്ട്, എൻ്റെ ഭാര്യയെ വിട്ട്, എൻ്റെ മക്കളെ വിട്ട് പോകണ്ടേ, എൻ്റെ ധനം വിട്ട് പോകണ്ടേ, എൻ്റെ സുഖസൗകര്യങ്ങളൊന്നും എനിക്ക് ഉപേക്ഷിച്ച് പോകണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് തൻ്റെ ശരീരത്തിൽ വരുന്ന ഓരോ രോഗത്തിനെയും പറ്റി ചിന്തിച്ച് ഈശ്വരനെ മാത്രം ചിന്തിക്കാണ്ട് ആ ജീവിതം വ്യർത്ഥമാക്കി കളയണു. കൂടെ ഭഗവാൻ പറയണു, ഏതൊരു നിമിഷമാണോ മരണം മുന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണൊരു നിമിഷം എപ്പോഴാണോ ആ നിമിഷം മുതൽക്കെങ്കിലും ഈശ്വരനെ ഉപാസിക്കൂ. എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്തായാലും ഇതിനെ ഉപേക്ഷിച്ച് പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനെ വിട്ടു പോവുക തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ വിട്ടു പോകണം. അപ്പോൾ അത് ഇന്ന് തന്നെ വിട്ടാൽ ആ എല്ലാ ബന്ധങ്ങളെയും വിട്ട് ഈശ്വരനെ ഉപാസിച്ചു കൊണ്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി എന്തുണ്ട്? മറ്റുള്ളവർക്കും കൂടി മാതൃകയായിട്ട് തീരുകയും കൂടി ചെയ്യുമല്ലേ? അപ്പോൾ ഒരു രോഗങ്ങൾ വന്നു, ദുരിതങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് കരഞ്ഞ് വിഷമിച്ച് ഇരിക്കുകയാണ് അല്ല ചെയ്യേണ്ടത്. കൂടുതൽ ഇനി എനിക്ക് ഇത്ര സമയം ഉള്ളൂ, എൻ്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഭഗവാൻ എന്നോട് അതാ പറയണം. അപ്പോൾ ഇനിയുള്ള കാലം ഈശ്വരോപാസന ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ ഈശ്വരോപാസന ചെയ്യാൻ പോവുകയാണ്. ആ ഭഗവാനെ എനിക്ക് ഭഗവാനെയാണ് വേണ്ടത്. ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും വേണ്ട. എനിക്ക് ആത്മസാക്ഷാത്കാരം മാത്രം മതി. ബാക്കിയുള്ളത് കൊണ്ടൊന്നും കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെയൊക്കെ വിട്ടു പോകേണ്ട ആവശ്യം വരും. ഉറപ്പായിട്ടും അത് വിട്ടു പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആ വൈരാഗ്യത്തെ ഉണർത്താനാണ് പറയണത്. പിന്നെ ഹരേ കൃഷ്ണ. അതുപോലെ പ്രാണായാമം അഭ്യസിക്കുക അങ്ങനെ പറയണു. അതുപോലെ പ്രണവത്തിനെ പ്രണവം ജപിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്യുക, പ്രണവം ഉച്ചരിക്കുക, നാമങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഓരോന്നും നമ്മുടെ ആ ശ്വാസഗതി ശ്വാസത്തിൻ്റെ ഗതിയെ പോലും അടക്കണം എന്നാണ് പറയണത്. അങ്ങനെ നിയമാത്മികമായ ബുദ്ധിയെ സ്ഥിരമാക്കിയിട്ട് ആ ഭഗവാനിലേക്ക് നിർത്തിയിട്ട് വിഷയങ്ങളിൽ നിന്നൊക്കെ പിൻവലിച്ചിട്ട് ആ ഭഗവാനിലേക്ക് നിർത്തിയിട്ട് ആ ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറയണു. അങ്ങനെ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഈശ്വരനാണ്. ഈശ്വരനല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തെ കൽപ്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ രൂപമായിട്ടാണ്, വിരാട് രൂപമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആ വിരാട് രൂപത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗുണങ്ങളെ ഓരോ ഭഗവാന്റെ ആ മനസ്സ് ചലിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? മനസ്സ് ചലിക്കാണ്ട് ഏകാഗ്രമായി കഴിഞ്ഞാൽ പിന്നെ നാമജപം നിർത്തണോ? പാടില്ല. അപ്പോൾ കൂടുതൽ ഏകാഗ്രചിത്തനായി കഴിഞ്ഞാൽ കൂടുതൽ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തമോഗുണം നമ്മൾ അങ്ങനെ ആ ജപം നല്ലോണം ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് പറയണത്. അപ്പം മനസ്സിനെ അങ്ങനെ ജയിക്കുകയാണ് വേണ്ടത്. നാമജപം കൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പോൾ എന്ന് പറയണം. അപ്പോൾ രാജാവിനോട് ചോദിക്കണു,
രാജാവ് ചോദിക്കുകയാണ്, എനിക്ക് അഷ്ടാംഗ യോഗത്തെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ച് പറയണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാണ്, ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, ആസനം, ശ്വാസപ്രശ്വാസങ്ങൾ, പ്രാകൃത സംസർഗം, ഇന്ദ്രിയങ്ങൾ, ഇവയൊക്കെ ജയിച്ചതിന് ശേഷം ആ ഭഗവാന്റെ പ്രപഞ്ചരൂപത്തിലുള്ള ഒരു സ്ഥൂല രൂപമുണ്ടല്ലോ, ആ വിരാട് രൂപത്തിൽ ബുദ്ധിയെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് ചോദിച്ചത് കൊണ്ട് ആ രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എന്നുള്ള നിലയ്ക്ക് ഇവിടെ എല്ലാ വിധത്തിലുള്ളതും പറയണ്ടേ. ഏത് രീതിയാണ് പറ്റണതെന്ന് വെച്ചാൽ അതിനെ സ്വീകരിക്കാൻ പാകത്തിന് നമ്മൾക്ക് അത് സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കണവർക്കൊക്കെ സാധിക്കാവുന്ന എല്ലാ രീതികളെയും ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് എന്താ പറയണത് ഭഗവാന്റെ, അതായത് ഈ ഭഗവാൻ ഇത് ഇപ്പോൾ നിലനിൽക്കണം, ഇതിന് ഉണ്ടായതും ഇപ്പോൾ നിലനിൽക്കുന്നതും നാളെ ഇല്ലാണ്ടാവുന്നതൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അത് ഭഗവാന്റെ ആ രൂപം തന്നെയാണ്. ഈ ഇതിലുള്ളത് എല്ലാം ഭഗവാൻ തന്നെയാണ്, വിരാട് രൂപം എന്നാണ് ഇതിനെ പറയണത് എന്ന് പറയണു. ഭൂമി, ജലം, ആകാശം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്വത്വം എന്ന് 7 ആവരണങ്ങളോട് കൂടിയിട്ട് ഉള്ളതിനെ അണ്ഡകവശം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലിതാ അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ പുരുഷനാണ് വിരാട് പുരുഷനാണ് ഉള്ളത്. ആ വിരാട് പുരുഷൻ്റെ ആ ശരീരം, ആ അണ്ഡത്തിൽ നിന്നുണ്ടായ ആ വിരാട് പുരുഷൻ്റെ ശരീരത്തെ പറ്റി പറയണു. അതായത് ഈ ഭഗവാൻ ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്ത ഈ ഭഗവാന്റെ ആ ഒരു പുരുഷനായ വിരാട് പുരുഷൻ്റെ പാദഭാഗം ആണ് പാതാളം. മുൻഭാഗവും പിൻഭാഗവും രസാതലം, ആ പാദങ്ങളുടെ നെരിയാണി മഹാതലം, മുട്ടുകാലുകൾ തലാതലം. അങ്ങനെ ഓരോ അവയവങ്ങളെ എടുത്ത് പറയാണ്. പ്രപഞ്ചമാകുന്ന സ്വരൂപത്തിൻ്റെ കൂടെ ആ ഭഗവാന്റെ ആ മുഴങ്കാലുകൾ സുതലം, പിന്നെ വിതലവും അതലവും എന്ന് പറയുന്നത് തൊടയുടെ കീഴ്ഭാഗവും മേൽഭാഗവുമാണ്. ഭൂമിതലം ജഗനം എന്നാണ് ഭൂമി. ആകാശലോകം എന്ന് പറയുന്ന നാഭി സരസ്സാണ് എന്ന് പറയണു. ആദിപുരുഷനായ ഭഗവാന്റെ മാറിടമാണ് നക്ഷത്രലോകം. കഴുത്ത് മഹർലോകമാണ്, മുഖം ജനലോകമാണ്, നെറ്റിത്തടം തപോലോകമാണ്. അനേക ശിരസ്സുകളുള്ള ദേവൻ്റെ ആ ശിരസ്സുകൾ ആ സത്യലോകമാണ്. അതുപോലെ ഇന്ദ്രാദി ദേവന്മാർ ഭഗവാന്റെ കൈകളാണ്, ദിക്കുകൾ ഭഗവാന്റെ കർണങ്ങളാണ്, ശബ്ദം ഭഗവാന്റെ ശ്രോതേന്ദ്രിയാണ്, അശ്വിനി ദേവന്മാർ ഭഗവാന്റെ നാസാപുടങ്ങളാണ്, ഗന്ധം ഭഗവാന്റെ ഘ്രാണേന്ദ്രിയാണ്, അഗ്നി ഭഗവാന്റെ മുഖമാണ്. അന്തരീക്ഷലോകം സർവ്വവ്യാപിയായ ഭഗവാന്റെ നേത്രഗോളങ്ങളാണ്. സൂര്യൻ നേത്രേന്ദ്രിയാണ്, കൺപോളകൾ രാത്രിയും പകലുമാണ്. ബ്രഹ്മാവിൻ്റെ ലോകം ഭഗവാന്റെ പുരികസ്ഥാനാണ്. ജലം ഭഗവാന്റെ താലുസ്ഥാനാണ്. രസം ഭഗവാന്റെ ജിഹ്വാണ്. അതുപോലെ വേദങ്ങൾ വിഷ്ണുവിൻ്റെ വേദങ്ങൾ വിഷ്ണു ഭഗവാന്റെ ശിരസ്സാണ്. യമൻ ദംഷ്ട്രയാണ്. പിന്നെ ആ പുത്രാദി സ്നേഹലേശങ്ങളൊക്കെ ഉണ്ടല്ലോ, പല്ലുകളാണ്. ജനങ്ങളെ മോഹിപ്പിക്കുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അത് മായയാണ്. അവസാനമില്ലാത്തതായിട്ടുള്ള ആ സർഗം സൃഷ്ടി അതൊക്കെ കടാക്ഷമാണ് എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് നമ്മളെപ്പോലെയുള്ളവർക്ക് ഇത് വേണ്ടതുപോലെയൊന്നും മനസ്സിലാവില്ല. കാരണം ആ തലത്തിലേക്കൊക്കെ എത്തിയാലേ അത് മനസ്സിലാവുള്ളൂ. എങ്കിലും അതിനെങ്ങനെ പറഞ്ഞു തരണു. ഇനിയിപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. വ്രീഡോത്തരഷ്ടോധര ഏവ ലോഭോ ധർമ്മസ്തനോ ധർമ്മപൃഥോസ്യ പൃഷ്ട തസ്യ മേഢം വൃഷ്ണൗജമിത്രോ കുക്ഷിഃ സമുദ്രോ ഗിരയോസ്തി സംഘ നദ്യോസ്യ നാട്യോധ തനൂരുഹാണി
മഹീരുഹ വിശ്വതനോർനൃപേന്ദ്ര അനന്തവീര്യശ്വസിതം മദാരിഷ ഗതിർവയ കർമ്മഗുണപ്രവാഹ ഈശസ്യ കേശാൻവിതുർ അംബുവാഹൻ വസാസ്തു സന്ധ്യം ഗുരുവര്യഭൂമ്ന അവ്യക്തം ആഹുർഹൃദയം മനശ്ച സചന്ദ്രമാ സർവ വികാരകോശ വിജ്ഞാനശക്തിം മഹ്യാമനന്തിം സർവാത്മനോന്തഃകരണം ഗരിത്രം അശ്വാശ്വതിദ്യുഷ്ട ഗജാനഘാനി സർവേ മൃഗാ പശവ ശ്രോണിദേശേ വായാംസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷ്യാ മനുജോ നിവാസ ഗന്ധർവ വിദ്യാധരചാരണാപ്സരാസുര സ്മൃതിർ അസുരാനീകവീര്യ ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വീഡൂരുർ അംഘ്രിശ്രിതകൃഷ്ണവർണ്ണ നാനാഭിധാഭിജ്യ ഗണോപപന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ യൻ അസൗ ഈശ്വര വിഗ്രഹസ്യ യസന്നിവേശകഥിതോ മയാ തേ സംധാര്യതേസ്മിൻ വപുഷീസ്തവിഷ്ടേ മനോസ്വബുദ്ധ്യാ യഥോസ്തി കിഞ്ചിത് സർവധീവൃത്തമനുഭൂത സർവ ആത്മാ യഥാ സ്വപ്ന ജനേക്ഷിതൈക സത്യം തം സത്യമാനന്ദനിധിം ഭജേതേ നാന്യത്ര സജ്ജേത് യദ ആത്മപാദ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ സ്ഥൂലധ്യാനനിരൂപണം നാമ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ വീണ്ടും ഭഗവാന്റെ വിരാട് രൂപത്തിനെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. മേൽക്കീഴയും ചുണ്ടുകൾ ലജ്ജലോഭം ധർമ്മം സനം പൃഷ്ടമധർമ്മമല്ലോ ബ്രഹ്മാവുമേടം വൃഷ്ണങ്ങൾ മിത്രൻ തന്നസ്തിയെ പർവ്വതമാഴി കുക്ഷി നദങ്ങൾ നാടികളെന്നു രോമങ്ങളാണ് വൃക്ഷങ്ങൾ അവൻ്റെ ജീവൻ സമീരണൻ കാലം അവനു പ്രായം തല്ലീലതാനീ ത്രിഗുണപ്രപഞ്ചം ഈശൻ്റെ കേശാവലി അമ്പുവാഹം സന്ധ്യാനപസീശന് ഉടുത്ത വസ്ത്രം അവ്യക്തമെത്രേ ഹൃദയം മനസ്സോ വാത്തിങ്കളം സർവവികാരകോശം അവൻ്റെ ചിത്തം മഹദാത്മതത്വം അവൻ്റെ ഞാനെന്നതു തന്നെ രുദ്രൻ അശ്വാശ്വതജ്യുഷ്ടമൃഗങ്ങളല്ലോ നഖങ്ങൾ മാൻപൈക്കൽ നിതംബബിംബം ഗഗ്വങ്ങൾ മോഹന ശില്പകൗശലം നരന്നിവാസം മനുതന്യമനീക്ഷ ഗന്ധർവ വിദ്യാധരചാരണാപ്സരോ ഗണം സ്വരം ദൈത്യരവൻ്റെ വീര്യവും ബ്രഹ്മന്മുഖം ക്ഷത്രിയനേ മഹാത്മഹസ്തം മഹാത്മാംഗ്രിക കൃഷ്ണവർണ്ണൻ നാനാവിധം ദേവഗണോപപന്നം ദ്രവ്യാത്മകം യജ്ഞമവന്നഭീഷ്ടം വിരാട് സ്വരൂപം വിവരിച്ചു തന്നേൻ താങ്കൾക്കിതില്ലാത്തവയില്ല വാഴ്വിൽ ഈ സ്ഥൂല സത്യത്തിൽ മനസ്സുറപ്പു തേടും മുമുക്ഷുക്കൾ വിവേകപൂർവം ഭുജിപ്പു സ്വപ്നോപമീ പ്രപഞ്ചം വൃത്യനുഭൂത സർവൻ ആ സച്ചിദാനന്ദനെ നീ ഭജിക്കൂ മറ്റൊന്നു ചിന്തിക്കുകിൽ ആത്മനാശം എന്ന് ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം 1-ാം അധ്യായം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഗോവിന്ദ. പിന്നെ പറയണു ഭഗവാന്റെ ലജ്ജ ഭഗവാന്റെ മേൽച്ചുണ്ടാണ്, ലോഭം എന്നുള്ളത് കീഴ്ച്ചുണ്ടാണ്, ധർമ്മം എന്നുള്ളത് സ്തനമാണ്, അധർമ്മം പൃഷ്ഠഭാഗമാണ്, ബ്രഹ്മാവ് മേഠുവാണ്, മിത്രനും വരുണനുമാണ് വൃഷ്ണങ്ങൾ, സമുദ്രങ്ങൾ വയറാണ്, ഗിരികൾ എല്ലിൻകൂട്ടങ്ങളാണ്, അതുപോലെ നദികൾ ഭഗവാന്റെ നാഡികളാണ്, വൃക്ഷങ്ങൾ രോമങ്ങളാണ്, കാറ്റ് ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളാണ്, കാലഗതി വയസ്സാണ്, പ്രാണികളുടെ ജനനമരണമായ സംസാരം രൂപമായ സംസാരം ഭഗവാന്റെ ലീലയാണ്, അതുപോലെ മേഘങ്ങൾ സർവ്വവ്യാപിയായ ഭഗവാന്റെ തലമുടികളാണ്, സന്ധ്യ വസ്ത്രമാണ്, അതുപോലെ അവ്യക്തമെന്ന് പറയപ്പെടുന്ന തത്വം ഹൃദയമാണ്, സകലരുടെയും മനസ്സിലെ വികാരങ്ങളെ ജനിപ്പിക്കുന്ന പ്രസിദ്ധനായ ചന്ദ്രൻ മനസ്സാണ്, എല്ലാറ്റിനും ആത്മാവായി വിളങ്ങുന്ന ഭഗവാന്റെ ചിത്തം വിജ്ഞാനശക്തിയായിട്ടുള്ള മഹത്തത്വമാണ്, ശ്രീരുദ്രൻ അന്ധക്കരണാണ്, കുതിരയ്ക്ക് കഴുതയിൽ ജനിച്ച സന്താനമായ മൃഗം, അതായത് കോവർക്കഴുത എന്നൊക്കെ പറയും, അത് ഒട്ടകം, ആന എന്നീ മൃഗങ്ങൾ നഖങ്ങളാണ്, അനേക തരത്തിലുള്ള മാനുകളൊക്കെ ഉണ്ടല്ലോ മുതലായ മൃഗങ്ങൾ, പശുക്കൾ, ഇതൊക്കെ അരക്കെട്ടിൻ്റെ ഭാഗമാണ് എന്നെല്ലാം പറയണു. പക്ഷിമൃഗങ്ങൾ ഭഗവാന്റെ ശില്പവിദ്യകളാണ്, വൈവസ്വതമനു ബുദ്ധിയാണ്, ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗം, അതുപോലെ ഗന്ധർവാദികളായ മനുഷ്യവർഗമാണ്, വാസഭവനം മനുഷ്യവർഗമാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. അപ്പോൾ മനുഷ്യനിലാണ് ഭഗവാൻ, എല്ലാവരുടെ ഉള്ളിലും ആത്മാവായി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗമാണ് ഭഗവാന്റെ വാസഭവനം. ഗന്ധർവാദികളായ ആണ് ദേവയോനി വിശേഷന്മാർ, ഭഗവാന്റെ ഷഡ്ജാതി സ്വരങ്ങൾ, അസുര സൈന്യാധിപനായിട്ടുള്ള പ്രഹ്ലാദൻ ഭഗവാന്റെ സ്മൃതി, ഇതെല്ലാം പറയണു. പിന്നെ ഭഗവാന്റെ മുഖം ബ്രാഹ്മണനാണ്, ക്ഷത്രിയൻ ഭഗവാന്റെ ഭുജാണ്, വൈശ്യൻ ശൂദ്രൻ മുതലായവർ പാദാണ്, നാനാവിധത്തിലുള്ള പേരുകളോട് കൂടിയിട്ട് വസു, രുദ്രൻ മുതലായ ദേവതകളോട് കൂടിയും അനേകം വിധികളായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് നടത്തുന്നതായിട്ടുള്ള യാഗാദികളുണ്ടല്ലോ, അത് ഭഗവാന്റെ കർമ്മമാണെന്നും പറയുകയാണ്. പറയണു, ഹേ രാജാവേ, ഇത് ഇത്രയും മാത്രമാണ് ആ വിരാട് രൂപത്തിൻ്റെ അവയവ കൽപ്പനം ഞാനിത് അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിസ്ഥൂലമായിട്ടിരിക്കുന്ന ഈ ശരീരത്തിലെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഏത് മനസ്സ് എവിടേക്കൊക്കെ ചലിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഇടാണ്ട് ഓരോ നിലയ്ക്കും ചലിക്കുമ്പോൾ ആ ചലിക്കുന്നതിനെ പറ്റി ചിന്തിച്ച് അത് ഈശ്വരൻ്റെ ഒരവയവമാണ് എന്നുള്ള ബോധത്തിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് ചലിക്കുന്നതൊക്കെ ഇല്ലാണ്ടാവും, വൃത്തിശുദ്ധാവും. അങ്ങനെ ഉള്ള അതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ട് ഈ പ്രഥമസ്കന്ധം ദ്വിതീയ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായം അവിടെ സമർപ്പിച്ചു. ഇനി അടുത്ത ദിവസം നമുക്ക് പാരായണം ചെയ്യാനുള്ളത് 2-ാം അധ്യായമാണ്. വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം മുഴുവനും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഭക്തോത്തമന്മാരായ കൃഷ്ണബന്ധുക്കളുടെയും ഒക്കെ പാദത്തിൽ മനസ്സുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പാദത്തിൽ വീണ് നമസ്കരിക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എന്നും സത്സംഗത്തിലിരിക്കാനും ഈശ്വരകഥകൾ പറയാനും കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണോട് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം 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 രാധേശ്യാം.